ഓടല്ലേ ചേട്ടാ ഓടല്ലേ. ഞാൻ കുറെ നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടാണ് പോയത്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ല, സാധാരണ ഒരു തെലുങ്ക് മസാല പടം. ശങ്കറിനെന്ന് പറയത്തില്ല, സാധാരണ ഒരു തെലുങ്ക് ലെജൻഡ്. നമ്മൾ ഡയറക്ടറായിരുന്നു ശങ്കർ. അപ്പൊ ഇപ്പം പുള്ളിയുടെ ഒരു സിനിമയുടെ പഴയ ലെവലിലുള്ളതല്ല, പക്ഷെ സാധാരണ ഒരു തെലുങ്ക് സിനിമ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്ക് കാണാൻ പറ്റി പടം. ജയറാമേട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയാ പുള്ളിയുടെ ഒരു ഭയങ്കര കോമഡി റോൾ എന്നൊക്കെ കേട്ടു. പറയല്ല, മലയാളത്തില് നടൻ വേഷവും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പുള്ളിക്കാരന് എന്റർടൈനിങ് ആണ്. എസ് ജെ സൂര്യ പടം കണ്ടുകൊണ്ടിരിക്കുക, സമയം പോകും പെട്ടെന്ന് പോകും. നമ്മളെ സോങ്സിന്റെ കാര്യമൊക്കെ പുള്ളിയുടെ പഴയ ഒരു ബ്രഹ്മാണ്ടം ഇങ്ങനെ തന്നെയാണ്. ആവശ്യമില്ലായിരുന്നു, പിന്നെ സമയം പോകും. വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലാത്ത മൊത്തത്തിൽ എങ്ങനെയുണ്ട്? 2.25 മണിക്കൂർ എന്തോ ഉണ്ട്. ഉള്ളിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അങ്ങനെ ആയിരുന്നു അതോ? കണ്ടോണി, ഞാൻ പോയപ്പോ 10 വരെ കണ്ടുണ്ടായിരുന്നു. കണ്ടോണ്ടിരിക്കാം, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ തിരികെ പോയി കാണാം. എങ്ങനെയുണ്ട്? രാംചന്ദ്രൻ എങ്ങനെയുണ്ടായിരുന്നു? ശങ്കറിന്റെ എങ്ങനെയുണ്ട്? പുള്ളിയുടെ ഒരു കുറെ നാൾക്ക് ശേഷം വന്നൊരു പടമല്ലേ ഇന്ത്യൻ ടൂവിന് ശേഷം. എങ്ങനെയുണ്ട്? വളരെ നല്ല പടം തന്നെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. എങ്ങനെയുണ്ട്? എന്റർടൈൻമെന്റ് ഉണ്ട്, അടുത്തത് എന്താകുന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്. കുഴപ്പമില്ല, ഒരു ടിപ്പിക്കൽ തെലുങ്ക് മൂവിയാണ്. അത്യാവശ്യം പറത്തിയുള്ള അടിയും കാര്യങ്ങളൊക്കെയാണ് പടത്തില്. ഒരു തെലുങ്ക് മൂവി കാണുന്ന ഒരു സുമരാജ് റൈറ്ററാണ്. പക്ഷെങ്കില് പുള്ളി അവസാനം ഇന്ത്യൻ ടു എടുത്തപ്പോൾ തന്നെ ഒരു ഇത് തെലുങ്കിലോട്ട് പോയിട്ട് ആ ഒരു സ്റ്റൈൽ എടുക്കാൻ നോക്കിയത് സാധനം കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിളാണ്, ഫ്രീ ആയിട്ട് കണ്ടിരിക്കുക. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ബീജിഎം ഒക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, നമുക്ക് ഒരു കുറെ ടിസ്റ്റുകൾ വെക്കുന്ന വില്ലനെതിരെ കുറെ ടിസ്റ്റുകൾ വെക്കുന്ന ഹീറോയുടെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, നല്ല പോലെ ചെയ്തു. സുനിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ നടൻ സുനിൽ, പുള്ളിയുടെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുള്ളിയുടെ ഒരു വെറൈറ്റി ക്യാരക്ടറാണ്. പുള്ളി പഴയ ഒരു ഇമേജ് വെച്ച് പുള്ളി സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുള്ളി പടങ്ങൾ ചെയ്യുന്നതോറും പുള്ളിയുടെ ഇമേജ് കുറച്ച് ഡാമേജ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയൊരു ഇത് ഇല്ല, പുള്ളിയുടെ പ്രതാപകാലം പണ്ടായിരുന്നു. അപ്പം ഇത് കണ്ട് ഇന്ത്യൻ ട്രെയിനായിട്ട് വെയിറ്റിംഗ് ആണോ? അത് ഉടനെ ഇന്ത്യൻ ട്രെയിന് ഓൾറെഡി എടുത്ത് വെച്ചല്ലോ. ഇനിയിപ്പോ നമ്മള് ഇറക്കുവാണെങ്കിൽ എന്തായാലും പോയി കാണാം. ഫാൻ എന്ന നിലയിൽ നമ്മൾ എന്തായാലും പോയി കാണാം. നമ്മള് പഴയ ഒരു ശങ്കറിന്റെ ആ ഒരു പവർ എങ്ങനെയുണ്ട് ഈ പടത്തിൽ? അതായത് ഡയറക്ടർ ശങ്കർ, ലെജൻഡ് ശങ്കറിന്റെ ഒരു മേക്കിംഗ് എങ്ങനെയുണ്ട്? രാംചരനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? Action is good. Action is good and theme is also good. Theme നല്ലോണം കൊള്ളാം. എങ്ങനെ ഫുൾ ഓഫ് എന്റർടൈൻമെന്റ് മൂവിയാണോ? സ്റ്റാർട്ടിംഗ് മുതൽ ഒരു എൻഡ് വരെ, സ്റ്റാർട്ടിംഗ് ടു എൻഡിംഗ് ഇറ്റ്സ് എന്റർടൈൻമെന്റ്. ഗുഡ് മൂവി. ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? എസ് ജെ സൂര്യ, ജയറാമേട്ടൻ, സമുദ്രകനി, ഇവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എസ് ജെ സൂര്യ എന്റെ കൊള്ളാം. ഗുഡ് വില്ലനായിട്ട് അടിപൊളിയാണ്.